ഗുഡ് ഈവനിങ്. ഇന്ന് മീമോളും ധ്രുവട്ടനും വീട്ടിലുണ്ടായ മാങ്ങ പെറുക്കിയും കൊണ്ട് നിൽക്കുകയാണ്. മനസ്സിലായോ എന്തിനാണ് എന്ന്? ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് രാവിലെ തന്നെ ഒരു കൊട്ടക്കേറ്റ് ഉണ്ണിയാട്ടനും ഉണ്ട്, എല്ലാവരും കൂടി ഇതാ മാങ്ങ പെറുക്കിയും കൊണ്ട് നിൽക്കുകയാണ്. മാങ്ങ വേണ്ടവർ പോന്നോളിട്ടാ, നല്ല മാങ്ങ വെക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ രണ്ടെണ്ണം കഴിക്കുകയാണ് ആൾക്കാർ. ധ്രുവട്ടത് കഴിച്ചുകൊണ്ട് നിൽക്കണേ, നല്ല സൂപ്പറായിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. നല്ല മധുരമുള്ള മാങ്ങ കേട്ടോ. അപ്പോൾ മീമോൾ പറയുന്നുണ്ട് എനിക്കും വേണം ഒരു മാങ്ങ എന്ന് പറയുന്നുണ്ട്. ആകെ കിട്ടിയത് 12 മാങ്ങയാണ്. ബാക്കി പിന്നെ അച്ഛൻ പെറുക്കി വെച്ചിരുന്നു. അതാ മീമോൾ ഇതാ കഴിച്ചു കൊണ്ടിരിക്കണം. നല്ല സൂപ്പർ ടേസ്റ്റ് പറയുന്നുണ്ട്. പിന്നെ ഈ മാമ്പഴ പുളിശ്ശേരി എന്ന് പറഞ്ഞാൽ അതൊരു വെറൈറ്റി തന്നെ കേട്ടോ. നാടൻ ചോറിക്ക് സാമ്പാറും പുളിശ്ശേരിയും കൂടി കൂട്ടി പിടിച്ചാലുണ്ടല്ലോ ഒരു രക്ഷയുണ്ടാവില്ല മക്കളെ. അതൊരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നാളേക്കുള്ള ഇന്ന് തന്നെ ഒന്ന് പ്രിപ്പറേഷൻ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ വൈഫാണ് റെഡി ആക്കണേ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ഞാനിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ ചട്ടിയിലൊക്കെ ഇതാ മാമ്പഴമൊക്കെ ഇതാ കഴുകി സെറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. ആദ്യം തൊലി എടുക്കണം. തൊലി എടുത്ത് നല്ല ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മളിതാ ഇത്ര ഉണ്ട് കേട്ടോ, ഇത്ര മാങ്ങ ഉണ്ട്. അതിനെ കുറച്ച് മുളകും പൊടി, പിന്നെ മുളകും പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അതൊക്കെ ആവശ്യത്തിന് വേണം. അപ്പോൾ അതൊക്കെ നല്ല ഇട്ട്, പിന്നെ ശർക്കര എന്തായാലും നിർബന്ധം കേട്ടോ, ശർക്കര മസ്റ്റാണ്. അപ്പോൾ നമ്മൾ ശർക്കരയൊക്കെ ഇട്ട് മാമ്പഴ പുളിശ്ശേരിക്കുള്ള തയ്യാറെടുപ്പിലാണ്. കുറച്ച് ഉപ്പ്, പഞ്ചസാര എല്ലാം വേണം. അപ്പോഴതിൻ്റെ ടേസ്റ്റ് ഇങ്ങോട്ട് വരുള്ളൂ. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് അടുപ്പിൽ വെക്കണം, വെന്ത് വരണം. അപ്പോൾ അതിനുള്ള റെഡിയാക്കി കൊണ്ട് നിൽക്കണേ. അപ്പോൾ ചട്ടിയിലിട്ട് വെക്ക് സെറ്റ് ചെയ്തു. അടുപ്പാണ്ട് കത്തിച്ചു. നമ്മളെ സ്ഥിരം പരിപാടിയാണ് അടുപ്പ് കത്തിച്ച്. നാടൻ അടുപ്പ് തന്നെയാണ് ഇപ്പോൾ ഫുള്ള് കളി. അടുപ്പിലാണ്ട് വെച്ച് എങ്ങനെ ഉണ്ടോ ശർക്കരയൊക്കെ അങ്ങനെ അലിഞ്ഞ് അതിലേക്ക് ഡൈലൂട്ടാവും. അത് ചൂടാവും തോറേ. നാളത്തെ സ്പെഷ്യലാണ് കേട്ടോ. പണ്ട് മോഹൻലാൽ മിഥുനം ഫിലിമിൽ പറയണ്ടല്ലോ, ഉണ്ണിമധുരം. അതേപോലെ തന്നെ നമ്മളൊരു വെറൈറ്റിയാണ് വീട്ടിലുണ്ടാക്കിയ മാമ്പഴ പുളിശ്ശേരി. ഇന്ന് നമ്മൾ കുറച്ച് കഴിച്ചു നോക്കിയപ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു, ഒരു രക്ഷയില്ല. മാരകം എന്ന് പറയാം, മാരകം. അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം, കുറച്ച് ടൈമേ. തീയൊക്കെ ഒന്ന് നല്ലത് പിടിച്ച് ശർക്കരയും എല്ലാവരും ഒന്ന് ഡൈലൂട്ടായി വരട്ടെ. അപ്പോൾ തിളച്ച് വരുന്ന സമയത്ത് ആ കളറുണ്ടല്ലോ, ഓഫ് എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല. ഇപ്പം തന്നെ ആളെ വായിലിങ്ങനെ വെള്ളം നല്ല ഉറയും കൊണ്ട് നിൽക്കാണ്. നല്ലോണം ഒന്ന് ഡൈലൂട്ടാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഡൈലൂട്ടാക്കിയിലേക്ക് പിന്നെ ഒരുപാട് കാര്യങ്ങൾ വേണം. തേങ്ങേൻ്റെ ആവശ്യങ്ങളുണ്ട്. തേങ്ങ പിഴിഞ്ഞത്, പച്ചമുളക്, അതൊക്കെ നമ്മളിത് മിക്സിയിലിട്ട്, കുറച്ച് തൈര്. അപ്പോൾ എല്ലാ കാര്യങ്ങളും കൂടി ഇട്ടിട്ട് സെറ്റ് ചെയ്യാണ്. അപ്പോൾ അതൊക്കെ അതിലേക്ക് ആഡ് ചെയ്ത് നമ്മൾ നല്ലോണം ഇളക്കി. നെയ്യ് കുറച്ച് ഇടേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നെയ്യൊക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ട് നല്ല ഇളക്കി. ഇത് കളറ് മാറി വരും കേട്ടോ, കുറച്ച് കഴിഞ്ഞാൽ കളറ് സെറ്റായി വരും. നാളത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് ഇന്ന് തന്നെ നമ്മളെടുത്ത് കുറച്ച് കഴിച്ചു. നാളേക്കുള്ള മാറ്റി വെച്ചിട്ടുണ്ട്. വീട്ടിലുണ്ടാക്കുന്ന നാടൻ മാങ്ങയിൽ നമ്മൾ പ്രിപ്പറേഷൻ ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതൊരു വേറെ ലെവലും വേറൊരു ലോകമാണ്. അപ്പോൾ ഏകദേശം നമ്മളെ പുളിശ്ശേരി ഇങ്ങനെ വേവായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സിയിൽ അരച്ചു വെച്ച കണ്ടൻറ്റ് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ നേരിട്ട് നല്ല മിക്സ് ചെയ്ത് ഡൈലൂട്ടാക്കി കൊടുക്കണം മൊത്തത്തിലൊന്ന്. അപ്പോൾ ഡൈലൂട്ടായി വരുമ്പോൾ കണ്ടോ, ഓ അപ്പോൾ തന്നെ വായിൽ വെള്ളം ഊറില്ല എല്ലാവർക്കും. കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ, നാളേക്കുള്ളതിൽ ബാക്കി ഉണ്ടാവും. ആവശ്യക്കാരുണ്ടെങ്കിൽ പറയാം. നമ്മളെ മാങ്ങയ്ക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ പോരിട്ടോ, ഞാൻ എപ്പോഴും പറയുകയാണ് വന്നെടുക്കാം. അപ്പം നമ്മളെ മാമ്പഴ പുളിശ്ശേരി ഏകദേശം എന്താ റെഡി ആയിക്കൊണ്ട് നിൽക്കണ്. റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നമ്മളെ ചാനലൊന്ന് ഫോളോ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുളിശ്ശേരി ഇതാ സൂപ്പറായിട്ടുണ്ട്. മുളകും വറ്റൽമുളകൊക്കെ ഇട്ട് രതീഷ് പരപ്പനങ്ങാടി.